ടാലി ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഈ സെഷനിൽ സെയിൽസ് വൗച്ചറിനെയാണ് നാം പരിചയപ്പെടുന്നത്. സെയിൽസ് വൗച്ചർ ഉപയോഗിക്കുന്നത് കമ്പനി ഒരു കസ്റ്റമറുമായി കടമായുള്ള വിൽപ്പന, ക്യാഷ് സെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിനാണ്. രണ്ട് രീതിയിൽ സെയിൽസ് നടത്താം, ഐറ്റം സെയിൽസും അക്കൗണ്ട് സെയിൽസും. ഇവിടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സെയിൽസാണ് നടത്തുന്നത്. ഇൻവെൻട്രി സെയിൽസ് നടത്തുന്നത് എങ്ങനെയെന്ന് വിശദമായി മറ്റൊരു ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് പരിചയപ്പെടാം. ഇപ്പോൾ നാം തയ്യാറാക്കാൻ പോകുന്ന വൗച്ചർ ഷീറ്റ് സെയിൽസ് ഇൻവോയ്സ് ആണ്. സെയിൽസ് വൗച്ചറായും എൻ്റർ ചെയ്യാം. അതിനായി ബട്ടൺ പാനലിൽ നിന്നും ആസ് വൗച്ചർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. കമ്പനി 2000 രൂപയുടെ ക്യാഷ് സെയിൽസ് നടത്തുന്നതിൻ്റെ വൗച്ചർ എൻട്രിയാണ് നാം ചെയ്യാൻ പോകുന്നത്. ആദ്യമേ സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്യണം. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്നും അക്കൗണ്ടിംഗ് വൗച്ചർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത് പേയ്മെൻറ്റ് വൗച്ചറാണ്. സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്യുന്നതിന് ബട്ടൺ പാനലിൽ നിന്നും സെയിൽസ് ക്ലിക്ക് ചെയ്യുക. ഇനി പാർട്ടീസ് അക്കൗണ്ട് നെയിം എന്ന ഈ ഓപ്ഷനിൽ ആർക്കാണ് സെയിൽസ് നടത്തിയത് ആ ഹെഡിനെയാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ ക്യാഷ് കൊടുത്ത് നടത്തിയ സെയിൽസ് ആയതിനാൽ ക്യാഷ് സെലക്ട് ചെയ്യുക. ക്യാഷ് ലെഡ്ജറിൻ്റെ കറണ്ട് ബാലൻസ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അടുത്തത് സെയിൽസ് ലെഡ്ജറാണ്. സെയിൽസ് അക്കൗണ്ട്സ് എന്ന ഗ്രൂപ്പിൽ സെയിൽസ് എന്ന പേരിൽ ഒരേ ഒരു ലെഡ്ജർ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനാൽ സെയിൽസ് ലെഡ്ജർ എന്ന ഓപ്ഷനിൽ സെയിൽസ് തന്നെ സെലക്ട് ചെയ്യണം. ഇനി നെയിം ഓഫ് ഐറ്റം, സെയിൽ ചെയ്ത ഐറ്റത്തിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇൻവെൻട്രി ലെഡ്ജർ നാം ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തതിനാൽ ഇവിടെ വെച്ച് സെക്കൻഡറി ലെഡ്ജർ ക്രിയേഷൻ മുഖേന ഐറ്റം നമ്പർ 1 എന്നോ മറ്റോ ഒരു ലെഡ്ജർ നാം ക്രിയേറ്റ് ചെയ്യുന്നു. അതിനായി സെക്കൻഡറി ലെഡ്ജർ ക്രിയേഷന് ഷോർട്ട് കട്ടായ Alt+C പ്രസ് ചെയ്യുന്നു. അടുത്തത് എമൗണ്ട്, സെയിൽസ് നടത്തിയ തുക ഇവിടെ എൻ്റർ ചെയ്യുക. അതായത് 2000. വീണ്ടും എൻ്റർ ചെയ്യുക. ഒരേ സെയിൽസ് വൗച്ചർ ഉപയോഗിച്ച് എത്ര ഐറ്റത്തിൻ്റെ വേണമെങ്കിലും സെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യാം. ആവശ്യമെങ്കിൽ നരേഷൻ നൽകാം. സേവ് ചെയ്യുന്നതിന് ആക്സെപ്റ്റ് ബോക്സിൽ യെസ് എൻ്റർ ചെയ്യുക. ആദ്യം നാം ചെയ്ത സെയിൽസ് വൗച്ചർ ക്യാഷ് സെയിൽസിനെ സൂചിപ്പിക്കുന്നതായിരുന്നു. ഇനി ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നതിൻ്റെ വൗച്ചർ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി പാർട്ടീസ് അക്കൗണ്ട് നെയിം, ആർക്കാണ് സെയിൽസ് നടത്തിയത് ആ ലെഡ്ജറാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതായത് കസ്റ്റമറിൻ്റെ പേരിലുള്ള ലെഡ്ജർ. എലൈറ്റ് ഏജൻസി എന്നൊരു കസ്റ്റമറിൻ്റെ ലെഡ്ജറാണ് നാം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ എലൈറ്റ് ഏജൻസി എന്ന പേരിൽ ഒരു ലെഡ്ജർ നമുക്ക് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. സെക്കൻഡറി ലെഡ്ജർ ക്രിയേഷൻ മുഖേന അത് സാധ്യമാണ്. Alt+C അമർത്തുക. ഗ്രൂപ്പ് അണ്ടർ എന്ന ഈ ഓപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ പേരാണ് നാം എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ നാം സെലക്ട് ചെയ്യേണ്ട ഗ്രൂപ്പ് സൺഡ്രൈ ഡെബിറ്റേഴ്സ് എന്നതാണ്. അതായത് കമ്പനിയുടെ സെയിലുമായി ബന്ധപ്പെട്ട ആളുകളുടെയോ സ്ഥാപനങ്ങളുടെയോ വിവരങ്ങൾ സൺഡ്രൈ ഡെബിറ്റേഴ്സ് എന്ന ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. കൂടുതൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഹെഡ്സാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എലൈറ്റ് ഏജൻസി, അതായത് സെയിലുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്ഥിരം കസ്റ്റമറായ എലൈറ്റ് ഏജൻസി സൺഡ്രൈ ഡെബിറ്റേഴ്സ് എന്ന ഗ്രൂപ്പിന് കീഴിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് സെയിൽസ് ലെഡ്ജർ എൻട്രി ആണ്. സെയിൽസ് തന്നെ സെലക്ട് ചെയ്യുക. ഇനി നെയിം ഓഫ് ഐറ്റം, സെയിൽ ചെയ്ത ഐറ്റത്തിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്യണം. സെക്കൻഡറി ലെഡ്ജർ ക്രിയേഷൻ മുഖേന മറ്റൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം.
ഇനി എമൗണ്ട് 1500 രൂപയുടെ ക്രെഡിറ്റ് സെയിൽസ് ആയതിനാൽ ഇവിടെ എമൗണ്ട് 1500. രണ്ടാമത് ചെയ്ത ക്രെഡിറ്റ് സെയിൽസ് സൂചിപ്പിക്കുന്ന സെയിൽസ് വൗച്ചറും സേവ് ചെയ്തിരിക്കുന്നു.